ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു വീഡിയോ. ഇന്നാണ് വാവേൻ്റെ 90. ഇന്നലെ ഞങ്ങൾ എൻ്റെ കണ്ടാതെ ഇന്നലെ ഞങ്ങൾ നല്ല ലേറ്റായി. കാരണം തലേദിവസത്തെ വ്ളോഗ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ പോയി കാണുക. അപ്പോൾ അതിലുണ്ട് ഒരു 1-2 മണിയായി ഞങ്ങൾ ശരിക്കും ഉറങ്ങാൻ വേണ്ടിയിട്ട്. ശരിക്കും ഇന്നൊരു 6 മണിയൊക്കെ ആകുമ്പോൾ എണീക്കാമെന്ന് വെച്ചേനി, എന്നാലേ എല്ലാ കാര്യങ്ങളും നടക്കുള്ളൂ. പക്ഷേ അമ്മ 6:30 ആകുമ്പോൾ എന്നെ വന്ന് വിളിച്ചു പോയി. 6:30 ആയിട്ട് ഫോൺ നോക്കി നോക്കുന്നു. പക്ഷേ എനിക്കത് ഇങ്ങോട്ട് തലയിലേക്ക് കയറുന്നില്ല. എന്താ 6:30 ഇപ്പം എന്താണെന്ന് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ 6:30 എണീക്കണം എന്നുള്ള ബോധേ വരുന്നില്ല. പിന്നെ 7:30 ആയപ്പോൾ നല്ല ബോധം വന്നു. 7:30 ആയപ്പോൾ അമ്മ ചീത്തളിച്ചപ്പോൾ എല്ലാവരും എണീറ്റ്. എൻ്റെ മുടി കുടിച്ചിട്ടുണ്ട് കേട്ടോ, അങ്ങനെയൊക്കെ അതുപോലെ മുടി വെട്ടിയിട്ടുണ്ടോ അങ്ങനെയൊക്കെ. അപ്പോൾ കുറച്ച് നല്ല ലേറ്റായി. ഇപ്പോൾ ഇപ്പോൾ പുറത്ത് കസാരക്കിടാണ്. ആരും അങ്ങനെ വന്നു തുടങ്ങിയില്ല, കാരണം വേറെ സമയമായിട്ടില്ല. പിന്നെ ഓൾറെഡി ഫാമിലിയിലുള്ളവരൊക്കെ ഇവിടെ ഉണ്ട്. ഇന്നലെ വെച്ച് ഒന്നും ആക്കിയില്ല, കട്ടണമൊന്നും ആക്കിയില്ല. ഫ്രെയിമൊക്കെ പിന്നെ ഇന്നലെ ഓൾറെഡി വെച്ച്. ബലൂൺ ഉറപ്പിക്കാൻ നമ്മളെ അമ്മ എത്തിയിട്ടുണ്ട്. അമ്മ വന്നിട്ടുണ്ട്. ഒരു പണി എടുക്കാണ്ട് രാവിലെ കട്ടൻ ചായയും ബിസ്ക്കറ്റ് തരുന്നത്. അമ്മ ഹെവനെ മേക്കപ്പ് ഇട്ടെടുക്കാനുള്ള പരിപാടിയിലാട്ടോ. ഹെവന് മേക്കപ്പ് ഇടാൻ താല്പര്യമുണ്ടോ? വേണ്ട. നിന്റെ മോൻ്റെ എന്ത് പരിപാടിയാണെന്ന്? എന്ത് പരിപാടിയാണെന്ന്? 90 ഒന്ന്? ഐസ് 90 ഒന്ന്? ഞാൻ വീഡിയോ എടുക്കും. മിന്നൂസ് ഇവിടെ അല്ലേ ഇനി. അപ്പൊ ഇപ്പൊ വന്നിരുന്നു. അപ്പൊ ഇനി ഞാൻ രണ്ടാമത്തെ മോളൊരു പണി എടുക്കുക കമന്റ് ചെയ്തില്ല. അപ്പൊ ഇത് മൊത്തം ഞാനല്ലേ ചെയ്ത. അത് സത്യട്ടോ, എന്ത് മൊത്തം ഓളയും ചെയ്ത് അമ്മ വന്ന് ബാക്കി കുറച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞില്ലേ? എല്ലാരും വന്നിട്ടല്ല. എന്ത് പരിപാടിയുണ്ട്? എന്ത് പരിപാടിയാണ്? എന്ത് പരിപാടിയാ? ഓ എന്ത് പരിപാടിയാന്നേ? 90. മിന്നൂസും അമ്മ ഒക്കെ അവിടെ ബലൂൺ റെഡിയാക്കാണ്. അമ്മ ഹെവനെ മാറ്റിക്ക് എന്തോന്നാണ്. അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഫേസ് മേക്ക് അല്ല ഫേസ് മേക്കപ്പ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ ഇത് മുഴുവനാവുന്നുണ്ടാവില്ല. അപ്പോഴത്തേക്ക് എൻ്റെ അമ്മ വിളിച്ചുണ്ടാവും. അപ്പം അതുകൊണ്ട് നമുക്ക് ആദ്യം ഇത് കാണുന്ന ഏതെങ്കിലും മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. എനിക്ക് ഇതിൻ്റെ കറക്റ്റ് പ്രോസസ്സ് ഒന്നും അറിയില്ല. എനിക്ക് ഈ പണി അറിഞ്ഞിട്ടാണോ ഞാൻ ചെയ്യണേ? ഇങ്ങനെയൊക്കെ പണി പഠിക്കണത്. എനിക്കറിയുന്ന മാതിരി ചെയ്തിട്ടുണ്ട്. മോയ്സ്ചറൈസർ ഉണ്ട്, തീർന്നു. അതിനെ കൊണ്ട് ഹെവന്റെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത്. ഇവളി ജന്മം നന്നാവൂല. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. വലുതായി കഴിയുമ്പോ ഇനി കണക്ക് പറയില്ലേക്ക്. ഒരിക്കലും ഇല്ലടാ. ഞാൻ തുടങ്ങട്ടെ. മോതിരം തട്ടിട്ടോ. മോതിരൊക്കെ ഉണ്ടെങ്കിൽ അയച്ചോളൂ കേട്ടോ. അല്ലാതെ പറയേണ്ട ആവശ്യമില്ല. ഞാനോരോ മണ്ടത്തരം കാണിച്ചിട്ട് അത് ചെയ്യരുതെന്നൊക്കെ പറയും. തലയ്ക്കുള്ളിലും ഒന്നുമില്ല. നല്ലോണം മോയ്സ്ചറൈസ് ഉണ്ട്. ഇനി പ്രൈമർ ഇടണം കേട്ടോ. ബിർള വൈറ്റ് വാൾ കെയർ പുട്ടിയുടെ 10 കിലോ ഹാൻഡി പാക്ക്. ഞാൻ മേക്കപ്പ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് വെച്ച് മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്നിട്ടോ. ഇത് അമ്മേൻ്റെ കല്യാണത്തിനും ഈ ചേച്ചി തന്നെയാണ് മേക്കപ്പ് ചെയ്ത് കൊടുത്തത്. ഫിഗർ എന്നാണ് ബ്യൂട്ടി പാർലറിൻ്റെ പേര്. ഇപ്പോൾ തൽക്കാലം ഹെയർ സ്റ്റൈൽ മാത്രം ചെയ്യാൻ വേണ്ടിയിട്ടോ വന്നത്. മേക്കപ്പ് ഒക്കെ ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് ഒരാൾ വന്നതാട്ടോ കട്ടാക്കി. ഇനി ഫൗണ്ടേഷൻ മാത്രം തൽക്കാലത്തേക്ക് യൂസ് ആക്കുന്നത്. വേറെ ഒന്നും ഫൈബർ ടെക്നോളജിയുള്ള ഏഷ്യൻ പെയിന്റ്സ് അൾട്ടിമ പ്രൊട്ടക്ട്. വിള്ളലും പായലും പമ്പ കടക്കും. മൈ പെയിന്റ് ഫുൾ ഫൈബർ. നോ പായല് നോ വിള്ളല്. ഈ കുരൊന്നും ചെയ്യാൻ കഴിയില്ല. പാടാണെങ്കിൽ പിന്നെയും കൺസീൽ ചെയ്യനി. ഇതിപ്പോൾ ഇന്ന് പരിപാടി ഉള്ളതുകൊണ്ട് മെഞ്ഞാന്ന് പൊട്ടി മുളച്ച കുരുക്കളാണ് ഇതൊക്കെ. പിന്നെ അങ്ങനെയാണല്ലോ, എൻ്റെ ഒരു പരിപാടി ഉണ്ടാകുമ്പോൾ തലേ ദിവസമാണ് കുരു ഉണ്ടാവുക. എൻ്റെ ഇടയ്ക്ക് ഞാൻ ഒന്ന് കരയാൻ പോയി. ലെൻസ് ഇട്ട് നിന്നിട്ട് ജി ആട്ടിട്ടുണ്ട്. എനിക്ക് എപ്പോഴും ജി എന്നെ ഇട്ടിട്ടുണ്ട്. എനിക്കും അമ്മയ്ക്കും മിന്നൂസിന് ഒരു പ്രേതത്തിന്റെ കാര്യമുണ്ടോ സംശയം.
കോലം കിട്ടും. എങ്ങനെ ഇരിക്കണം? ഐ മേക്കപ്പ് ഞാൻ ചെറുതായിട്ട് ബ്രൗൺ ആട്ടോ കൊടുക്കുന്നത്. ഇതിലൊരു ക്രൈവ് ഇപ്പൊ ഐബ്രോ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഒരു ഐബ്രോ പെൻസിൽ വെച്ചിട്ട് ഇപ്പൊ കണ്ണ് ചെയ്താണ്. ഇത് കളർ സെൻസിന്റെ ലോങ്സ്റ്റ് സൂപ്പർ എക്സ്റ്റെന്റിന്റെ ഇതായിരുന്നു. ഞാൻ കണ്ണ് എഴുതിയിട്ടുണ്ട്, പക്ഷെ വലിയ രസമൊന്നുമില്ല. സാധാരണ ഇതിന് അത്ര രസമില്ല. അങ്ങനെയാണ് അതൊരു പരിപാടി ഉണ്ടാകുമ്പോൾ എന്ത് വിചാരിക്കുന്ന നേരെ ഓപ്പോസിറ്റ് നടക്കുക. ലിപ്സ്റ്റിക് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പൊ എന്റെ ഫേസ് മേക്കപ്പ് കഴിഞ്ഞിട്ട്. അശോക, ഓ ആ പാടത്ത് വയ്ക്കാനുള്ള കോലം ശരിയായോടാ? ഇല്ല സർ. ആ എന്നാ ഇനി വേണ്ട. ഇവിടെ ഒരു പുതിയ കോലം വന്നിട്ടുണ്ട്, വെച്ച് നോക്ക്. പ്രയോജനമൊന്നും കാണത്തില്ല. ഇനി ഹെയർ സെറ്റ് ആക്കാൻ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മേനെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കാണ്. നമുക്ക് പോയി നോക്കാം. ലെൻസ് വെക്കാൻ വേണ്ടി കണിഞ്ഞ പരിശ്രമത്തിലാണ്. ഒന്നും ആയില്ല. ഇന്നസെന്റ് ദേഷ്യം പിടിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കണ്ണ് വേനെടുക്കുന്നുണ്ട്. ജിയാണ് ഞങ്ങളെ ഒഫീഷ്യലും എല്ലാം കണ്ണിൽ എപ്പോഴും ലെൻസ് വെച്ചിരുന്ന ആള്. നീല കെട്ടിട്ട് അവിടെ എൻ്റെ കുഞ്ഞനെ നോക്കട്ടെ. എൻ്റെ കുഞ്ഞനെ ആരും നീരടിച്ചെടുത്തില്ലല്ലോ. എന്താണ് എൻ്റെ മോനെ ആരും നീരടിച്ചേരാക്കുന്നത്? എന്താണ്? അയ്യോ വേണ്ട കരണ്ട. ഫിഗർ എന്നാണ് ബ്യൂട്ടി പാർലറിൻ്റെ പേര്. അഴകൊടി ദേവീക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിക്ക് റൈറ്റ് സൈഡിലുള്ള ഷോപ്പാണ് കേട്ടോ. നമുക്ക് പോകുമ്പോൾ തന്നെ കാണാൻ പറ്റും. മീശോയിലെ കല്യാങ്കട്ട് നിലി. കുറെ നേരത്തെ പരിശ്രമങ്ങൾക്കൊടുവിൽ എന്റെ കണ്ണുകളിൽ ലെൻസ് ഇട്ടിരിക്കുന്നു. നല്ല രസമല്ലേ? എനിക്ക് വേണ്ട ഹെയർ സ്റ്റൈൽ ഞാൻ അങ്ങോട്ട് സജസ്റ്റ് ചെയ്താണ് കേട്ടോ. ഈ നിറം എടുത്തിട്ട് 2 ഭാഗം എടുത്തിട്ട് അയച്ചിടാമെന്നല്ല ആദ്യം വിചാരിച്ചത്, പിരിച്ചിടണമെന്ന് വിചാരിച്ച്. പിന്നെ പിരിച്ചിട്ട് ഞാൻ എല്ലാം കൂടി ഒതുങ്ങി ഭയങ്കരമായിട്ട് മെലിഞ്ഞ പോലെ തോന്നും. അപ്പം അഴിച്ചിട്ടാലാണ് വൃത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ അഴിച്ചിട്ടപ്പോൾ എനിക്കിഷ്ടമായി. അപ്പോൾ അതുപോലെയാണ് ചെയ്തത്. മിന്നൂസിൻ്റെ പിന്നെ ഓളെപ്പോഴും ചെയ്യുന്ന മാതിരി ഓളെപ്പോഴും ഇങ്ങനെ സൈഡ് എടുത്തിട്ട് പിരിച്ചിട്ട് കെട്ടലാണ്. അപ്പോൾ അതുപോലെ തന്നെ മതി എന്ന് പറഞ്ഞു. അത് കുറച്ച് വൃത്തിയിൽ ചെയ്യാൻ പറഞ്ഞു. വേറെ ഒന്നുമില്ല, സിമ്പിളായിട്ട് തന്നെയാണ് ചെയ്തത്. അമ്മേൻ്റെത് അമ്മ പറഞ്ഞതല്ല, ആളിഷ്ടത്തിന് ചെയ്തതാണ്. നല്ല രസം. എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് അമ്മേൻ്റെ ഹെയർ സ്റ്റൈലായിട്ട് ഇഷ്ടമായത്. അമ്മ നോക്കട്ടെ, എന്താ രസം. എൻ്റെ മോനെ ആരെയും കണ്ടിട്ട് മനസ്സിലാവില്ല. എന്നെ കണ്ടിട്ട് കരണ്ട് പ്രയത്നായിരിക്കും. നല്ല രസമുണ്ടേ. ആദ്യം ഒരു ബ്ലൂ സാരി കൊണ്ട് എന്നെ കട്ടനാക്കി, അത് മാറ്റിയിട്ടോ. കാരണം അത് കൊള്ളുന്നില്ല, ജനൽ ബാക്കി കാണുന്നു.
കൂടി ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഭയങ്കര ലെങ്തായി പോകും, പിന്നെ ഭയങ്കര ബോറായിരിക്കും. അതുകൊണ്ടാണ് ഇടാത്തത്. അപ്പോൾ അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. Out for you, I'm sorry, I'm so shallow. Think how I changed, how നല്ല മേക്കപ്പ് ഉണ്ട്, നല്ല പുട്ടിയാന്ന് എനിക്ക് നല്ലോണം അറിയാം. പക്ഷേ എന്ത് ചെയ്യാൻ ഇത്, പക്ഷേ ഇതിൻ്റെ ക്യാമറേൻ്റെ പ്രശ്നം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ സരോവരത്തേക്ക് പോകുന്ന വഴിക്കുള്ള റൂട്ടിലോട്ടല്ലേ ഞങ്ങൾ ഫോട്ടോഷൂട്ടിന് വന്നതാണ്. അമ്മയും ഭാവിയും ജിയും വീട്ടിൽ തന്നെയാണുള്ളത്. കാരണം ഒരു വരുന്നവരെയും പോകുന്നവരെയൊക്കെ മാനേജ് ചെയ്യാണ്. ഫുഡ് കഴിക്കാൻ ഞങ്ങൾ ഫുഡ് പോലും കഴിച്ചില്ല. ഞങ്ങൾ ഫുഡ് കഴിക്കാണ്ട് കൂടെ വന്നാണ്. അമ്മ ഉണ്ട് കൂടെ. പിന്നെ ഞങ്ങളെ മെയിൻ ഫോട്ടോഗ്രാഫർ അർജുനേട്ടുണ്ട്. മിന്നോസ് ഫോട്ടോഷൂട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. വെയിലത്ത് വല്ലാണ്ട് കഷ്ടപ്പെടുന്നുണ്ട്. വിശന്നിട്ട് ഒന്നും തിന്നിട്ടില്ലല്ലോ. ഞങ്ങളൊന്നും തിന്നില്ല. സമയം 2 മണിയൊക്കെ ആവാനായി. ഞങ്ങൾ ഇതുവരെ ചോറൊന്നും കഴിച്ചില്ല. മൂപ്പർക്കാണ് ഇത് കഴിഞ്ഞിട്ട് വേറൊരു ഷൂട്ടും ഉണ്ട്. പാവം തോന്നുന്നുണ്ട്. അതുകൊണ്ടിപ്പോൾ ഞങ്ങളിപ്പോൾ ഈ ഫോട്ടോ കൂടി എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോവുകയാണ്. ഇനി വീട്ടിലെത്തിയിട്ട് സൈൻ ഓഫ് ചെയ്യുന്നതായിരിക്കും. അമ്മേനെയും ജീനിയൊക്കെ കൂട്ടിയിട്ട്. ഏതൊരു പരിപാടി അടിപൊളിയാക്കണമെങ്കിൽ അതിൻ്റെ ബാക്കിൽ കുറേ പേര് പ്രവർത്തിച്ചിട്ടുണ്ടാവും. ആ ആൾക്കാരാണ് ഈ നിൽക്കുന്നത്. അതിൽ എല്ലാവരും ഇല്ല കേട്ടോ, കുറച്ച് ആൾക്കാർ അവിടെ ഇവിടെ ഉണ്ട്. കുടുങ്ങിയില്ല. ഈ കാണുന്ന വെള്ളം കൊടുക്കലും കംപ്ലീറ്റ് പരിപാടി രാവിലെ തുടങ്ങിയിട്ടുണ്ട് പണി. ഒരു ഫുഡ് കഴിച്ചൊന്നും പോലും അറിയില്ല. അങ്ങനെ ഈ പരിപാടി അടിപൊളിയാക്കിയ ക്യാമറയിലൊന്നും പെടാത്ത കുറേ ആൾക്കാരാണത്. ഏറ്റവും ലാസ്റ്റാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നത്. അപ്പോഴാണ് ഞാൻ ഇവരെ കാണുന്നത് കേട്ടോ. ഇവരൊന്നും വീഡിയോയിൽ കുടുങ്ങിയിട്ടേ ഉണ്ടാവില്ല ചിലപ്പം. കാരണം എന്താ വെച്ചാൽ ഇവരൊന്നും ആ പരിപാടിൻ്റെ സമയത്ത് അവിടെ ഒന്നും ഇല്ല. ഇനി ഫുള്ള് പണിയായിട്ട് എല്ലായിടത്തും ബിസി ആയി. ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ഇവരോടൊക്കെ തന്നെയാണ്. കാരണം ഫുള്ള് പണി ഇനി ഇരിക്കുന്നവരും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴാണ് ഇവർ റെസ്റ്റായിട്ട് ഇവിടെ വന്നിരുന്നത്. അങ്ങനെ ആളും ആരവവും ഘോഷങ്ങളായി കഴിഞ്ഞ് പന്തലും ഞങ്ങളെല്ലായിടത്തും കാലി. ഞങ്ങൾ അവസാനം ഞങ്ങൾ മാത്രമായി ഉണ്ടപ്പം എല്ലാവരും ഉറങ്ങി. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ എണീച്ച്. അപ്പം നല്ല കളി അവിടുന്ന്. അങ്ങനെ ഞങ്ങൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് നല്ല ആഘോഷമായി കഴിഞ്ഞ് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഞാൻ ഈ വീഡിയോയിൽ കൂടെ കുറേ പേരോട് മാപ്പ് പറയാണ്. കാരണം ഞാൻ കുറേ പേരെ കണ്ടിട്ട് എനിക്ക് അടുത്തേക്ക് വരണമെന്നുണ്ട്. പക്ഷെ ആ സമയത്ത് എന്ത് തിരക്കാന്ന് വെച്ചാൽ എനിക്ക് തിരക്ക് എന്താ പറയാൻ പറ്റില്ല. അന്നേരം ഇവിടുന്ന് ജി വിളിക്കൂ, അവിടുന്ന് അമ്മ വിളിക്കൂ, അവിടുന്ന് കുട്ടീനെ എടുക്കാൻ പറഞ്ഞ് വിളിക്കൂ, അതെടുക്കാൻ പറഞ്ഞ് വിളിക്കൂ, പിന്നെ കൊണ്ടുവന്ന സാധനങ്ങൾ എടുത്ത് കൊണ്ടാക്കാൻ പറഞ്ഞ് വിളിക്കൂ. അങ്ങനെ ഇതെപ്പോഴും വിളിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കണ്ടിട്ട് അടുത്ത് വരണം സംസാരിക്കണം എന്നൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ഇവിടുന്ന് കാണുന്നുണ്ട്. പക്ഷെ ഇങ്ങോട്ട് വരാൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഞാൻ സരോവരത്തിൽ നിന്ന് ഒരു ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. അതിനെക്കൂടെ എത്ര വൃത്തിയുണ്ടല്ലോ ഇത്. ഞാൻ എങ്ങനെ നിന്നാൽ മതി പരിപാടിക്ക്. എനിക്കിഷ്ടമായില്ല എൻ്റെ മേക്കപ്പും കാര്യങ്ങളൊന്നും. ഓവറായിരിക്കുന്നു നല്ലോണം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം വേറെ വീഡിയോ ഇട്ട് വരുന്നവരെ ഒരു ബായ് പറയോ? ബൈ 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 ബായ് ബൈ ബായ്. ഓ ചിരിച്ചുണ്ട്. ബൈ ഒന്നിറങ്ങി പോടി.